അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഭരണഘടനയാണ്. ലോകത്തിൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും അറിഞ്ഞു നിയന്ത്രിക്കുന്ന ഉടമസ്ഥനായ അള്ളാഹു ഇറക്കിയ വിശുദ്ധ ഖുർആൻ അവൻ്റെ ഭരണഘടനയാണത്. വിശുദ്ധ ഖുർആൻ പഠനത്തിന് വളരെയധികം പ്രചോദനം ഏകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഉദ്ഘാടന വാക്ക് തന്നെ എന്താണ്? വാചകം എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ച നാഥൻ്റെ വാക്കുച്ചരിച്ചുകൊണ്ട് തുടങ്ങുക, പഠിക്കുക എന്നുള്ളതാണ്, വായിക്കുക. അപ്പോൾ വായനയെയും പഠനത്തെയും പ്രേരിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ അവതീർണമായത്. പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക, പഠനത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക, അങ്ങനെ നന്മയിലേക്ക് നാം പതുക്കെ പതുക്കെ കയറി പോവുക. അതാണ് വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. പഠനത്തിന് അന്ത്യമില്ല. തുടക്കം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അന്ത്യം മരണം വരെയാണ്. മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുക. പഠനത്തിന് വിശ്രമം ഇല്ല എന്നർത്ഥം. റിട്ടയർമെന്റ് പഠനത്തിനില്ല. ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് എന്ന നിലക്ക് ഇപ്പോൾ SLC 10ാം ക്ലാസ് വരെ ഒരു സ്റ്റെപ്പ്, അത് കഴിഞ്ഞിട്ട് +2, ഡിഗ്രി, PG, അല്ലെങ്കിൽ അതിനുശേഷം MPhil, ഇങ്ങനെ പലതായ മേഖലകളുണ്ട്. മെഡിക്കൽ മേഖലയിലാണെങ്കിൽ അങ്ങനെ, എഞ്ചിനീയറിംഗ് മേഖലയിൽ മറ്റൊന്ന്, IT മേഖലയിൽ വേറൊന്ന്, ഇങ്ങനെ ഓരോരോ മേഖലകളുണ്ട്. പക്ഷേ ഈ മേഖലയിൽ, ഏത് മേഖലയിൽ പഠിക്കുകയാണെങ്കിലും പഠനത്തിന് എന്തില്ല? അന്ത്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അത് ജീവിതത്തിൽ അഭിവൃദ്ധിയിലേക്ക് സഞ്ചരിക്കാനുള്ള മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് അറിവും വായനയും വേണം. വെറും പഠനം മാത്രം പോരാ, വായനകൾ വേണം. പഠനം എന്നുള്ളത് ഇപ്പോൾ സിലബസ് വെച്ചുള്ള പഠനങ്ങൾ ഉണ്ടാകും, അത് ഫിക്സഡ് പുസ്തകങ്ങളായിരിക്കും. അത് പോരാ, അതിനപ്പുറത്തേക്കുള്ളതും പഠിക്കണം, അത് വായിക്കണം. പരന്ന വായനകൾ നമുക്ക് ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം അതാണ്. സൃഷ്ടാവിനെ സ്മരിക്കുമ്പോൾ മാത്രമാണ് സൃഷ്ടികളോട് നന്ദി ചെയ്യാൻ സാധിക്കുക. അള്ളാഹു നമ്മൾ എത്രമാത്രം സ്മരിക്കുന്നുവോ അതിനനുസരിച്ച് സൃഷ്ടികളോട് നന്ദി ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനുപകരിക്കത്തക്ക രീതിയിൽ ആയിരിക്കണം എന്ന് മാത്രം. പഠനവും വായനയും എല്ലാം ആ രൂപത്തിലായിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മുടെ പഠനം കൊണ്ട് നമുക്ക് മാത്രം പോരാ, മറ്റുള്ള ആളുകൾക്കും അതുകൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാകണം. ആ രൂപത്തിലായിരിക്കണം പഠിക്കേണ്ടത്. നമ്മൾ പഠിച്ചു വച്ചാൽ പോരാ, അത് മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം, അത് നമ്മൾ പ്രചരിപ്പിക്കണം. വിജ്ഞാനം നൽകുന്നതനുസരിച്ച് വർദ്ധിക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം ആണല്ലോ. സഹജീവി സ്നേഹവും മനസ്സിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വിജ്ഞാനത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുക. സ്നേഹിക്കണം. സ്നേഹവും സമൃദ്ധിയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. മനസ്സിൽ എന്തുണ്ടാകരുത്? പകയോ വിദ്വേഷമോ ഒന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പാരായണം നമ്മൾ വളരെ കൂടുതൽ ചെയ്യണം. റമളാനിൽ മാത്രം വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുന്നവരുണ്ട്, ഓതുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. പോരാ, റമളാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, അതിന് പ്രത്യേകതയുണ്ട്. ആ മാസത്തിൽ കൂടുതൽ പാരായണങ്ങൾ ചെയ്യണം. അതോടൊപ്പം മറ്റുള്ള 11 മാസങ്ങളിലും വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം,
പാരായണം ചെയ്യണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. വിശുദ്ധ ഖുർആൻ എത്രമാത്രം നമ്മൾ പാരായണം ചെയ്യുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിനോടുള്ള ഭയവും ഭയഭക്തിയും ഉണ്ടാകും. അതോടൊപ്പം നമ്മുടെ ഹൃദയം ലോലമാകാനും അതെല്ലാം കാരണമാകുമെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി തിരക്കുകൾക്കിടയിൽ ഉണ്ടാകും പലർക്കും. ആ തിരക്കുകൾക്കിടയിലും ഖുർആനുമായുള്ള ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് പല വിധത്തിലും പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ഓൺലൈൻ സൗകര്യങ്ങളുണ്ട്, ഉപയോഗപ്പെടുത്താം. വിശുദ്ധ ഖുർആൻ ഒരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. സാധാരണ ഒരു പുസ്തകങ്ങളോ അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളോ വായിക്കുന്ന രൂപത്തിൽ വായിച്ചു തള്ളാൻ ഉള്ളത് അല്ല വിശുദ്ധ ഖുർആൻ. അതിന് പ്രത്യേക രീതിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമുക്കറിയുന്നതാണല്ലോ. തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഒരു പുസ്തകം വായിക്കുമ്പോൾ എവിടെ നിർത്തണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു നിയമങ്ങൾ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ലല്ലോ. അതിന് നിയമങ്ങളുണ്ടല്ലോ. പാരായണത്തിന് നിയമം വിശുദ്ധ ഖുർആനിന് മാത്രമേ ഉള്ളൂ, വേറൊരു ഗ്രന്ഥത്തിനുമില്ല പാരായണ നിയമങ്ങൾ. അപ്പം അത് മനസ്സിലാക്കാനും നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ജീവിതത്തിൽ അത് അഭിവൃദ്ധിക്ക് കാരണമാകും. ഐഹിക പാരത്രിക വിജയത്തിനും വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധങ്ങൾ കാരണമാകുമെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ നമ്മൾ പരമാവധി പാരായണം ചെയ്യുക, പഠിക്കുക, അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുക. ഏതെല്ലാം രൂപത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മൾ പഠിക്കണം. അതോടൊപ്പം നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കുകയും വേണം. തലമുറകളിലേക്ക് വായനയുടെയും പഠനത്തിൻ്റെയും മേഖലകൾ നമ്മൾ തുറന്നു കൊടുക്കണം. പലരുടെയും പേരമക്കളൊന്നും പലപ്പോഴും ഖുർആൻ ഓതാറില്ല, അതല്ലെങ്കിൽ പഠിക്കാറില്ല. അത് പോരാ, അവരെയും നമ്മൾ ഖുർആൻ പഠിപ്പിക്കണം. പഠിക്കാൻ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല, എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. അവന് വിശുദ്ധ ഖുർആൻ ഓതാൻ അറിയില്ല എങ്കിൽ പിന്നെ അവൻ്റെ നമ്മൾ നൽകിയ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേട്ടമെന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാൻ നമുക്ക് അവസരങ്ങൾ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.